പതിവ് പോലെയുള്ള രാജകീയ പൊതുദർശനം ഇന്നലെ വത്തിക്കാനിൽ കണ്ടില്ല. അജഗണത്തിന്റെ ഇടയൻ ശാന്തമായി കടന്നുപോയതിന്റെ രണ്ടാം ദിനം. സാന്താ മാർത്ത വസതിയിൽ നിന്ന് കർദിനാൾമാരുടെ വിലാപയാത്രയുടെ അകമ്പടിയോടെയാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക് പൊതുദർശനത്തിനായി പാപ്പയെ ഇന്നലെ കൊണ്ടുവന്നത്. പാപ്പയുടെ ആഗ്രഹം പോലെ ഉയർന്ന പീഠം ഒഴിവാക്കി ചെറിയ റാമ്പിൽ പേടകം വെച്ചു. ഇരുവശത്തും 2 വീതം സ്വിസ് ഗാർഡുമാർ കാവൽ നിന്നു. 12 വർഷത്തോളം സഭയെ നയിച്ച ആ മഹാ ഇടയനെ വിട നൽകുവാനും പ്രാർത്ഥനകൾ നേരാനും നിറകണ്ണുകളോടെ പാപ്പയുടെ അടുത്തേക്ക് എത്തിയത് ആയിരങ്ങളാണ്. സാധാരണയായി മാർപ്പാപ്പമാരുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അൾത്താരയ്ക്ക് സമീപം ഉയർന്ന പീഠത്തിൽ പൊതുജനങ്ങൾക്ക് കാണുന്ന വിധത്തിലാണ് പ്രദർശിപ്പിക്കുക. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്നത് ഉയരം കുറഞ്ഞ ഒരു പീഠത്തിലാണ്. അതും സാധാരണ മരത്തിൽ തീർത്ത ഒരു മജ്ജയിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലാളിത്യ ജീവിതം മരണശേഷവും വെളിവാക്കപ്പെടുകയാണ് ഇവിടെയും. 2005 ഏപ്രിൽ 2 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിത്യതയിലേക്ക് യാത്രയായപ്പോൾ വത്തിക്കാൻ സ്ക്വയറിൽ ആയിരങ്ങളാണ് തങ്ങളുടെ പിതാവിനെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയത്. അന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വിശ്വാസ സമൂഹം വ്യക്തമായി കണ്ടു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഭൗതിക ശരീരം വെച്ചപ്പോൾ ഉയർന്ന പീഠത്തിന്മേൽ എല്ലാവരും കാണത്തക്ക വിധത്തിൽ ആ പുണ്യദേഹം ജനങ്ങൾ കണ്ടുവണങ്ങി. 2022 അവസാനത്തിലാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ പൊതുദർശന വേളയിലും ഭൗതിക ശരീരം ജനങ്ങൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. കൂപ്പിയ കരങ്ങളും ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കൊന്തയും മുദ്രമോതിരവും തലപ്പാവും എല്ലാം വിശ്വാസ സമൂഹത്തിന് വളരെ വ്യക്തമായിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 23 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം മജ്ജയിൽ വഹിച്ചാണ് ബസിലിക്കയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പാപ്പയെ കാണാൻ വന്ന വിശ്വാസി സമൂഹത്തിന് വ്യക്തമായി പാപ്പയെ കാണാൻ സാധിച്ചില്ല. ബസിലിക്കയിലെത്തിയ പലരും പാപ്പയുടെ ഭൗതിക ശരീരം അവസാനമായി കണ്ടത് നിറകണ്ണുകളോടെയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെയും ബെനഡിക്ട് 16 മാർപ്പാപ്പയെയും മറ്റു മാർപ്പാപ്പന്മാരെയും കിടത്തിയ അതേ ബലിപീഠത്തിനരികിൽ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും അവസാനമായി കിടത്തിയത്. എന്നാൽ മറ്റു മാർപ്പാപ്പന്മാരിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പ വ്യത്യസ്തനായിരുന്നു. ലാളിത്യം കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസി സമൂഹത്തെ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പാപ്പ ഇനി മനുഷ്യ ഹൃദയങ്ങളിലാണ്. കാരുണ്യത്തിന്റെ കവാടം തുറന്ന പാപ്പ സ്വർഗീയ കവാടവും തുറന്ന് ദൈവപിതാവിന്റെ അടുക്കലാണ്. പിതാവിന്റെ അടുക്കൽ നിന്ന് പാപ്പ സഭയെ അനുഗ്രഹിക്കട്ടെ.